ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രവികസനത്തിൽ യുവാക്കളുടെ സംഭാവനകളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ NCC വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ മസ്കറ്റ് സന്ദർശനത്തിന് തുടക്കം. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, വ്യാപാര നിക്ഷേപ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഒമാൻ മന്ത്രിയുമായി ചർച്ച നടത്തി. കേരളത്തിൽ റേഷൻ വ്യാപാരികൾ നടത്തിവന്ന അനിശ്ചിതകാല കടയടപ്പ് സമരം പിൻവലിച്ചു. ലോകത്തെ ക്രിയാത്മക സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 38ാമത് ദേശീയ ഗെയിംസിന് നാളെ ഉത്തരാഖണ്ഡിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. രാഷ്ട്രവികസനത്തിൽ യുവാക്കളുടെ സംഭാവനകളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവജനങ്ങൾ ആഗോള നന്മയുടെ ശക്തിയാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ NCC വാർഷിക PM റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ യുവാക്കൾക്ക് NCCയുടെ പ്രവർത്തനങ്ങൾ വലിയ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. भारत के युवा सिर्फ भारत के लिए नहीं बल्कि फोर्स फॉर ग्लोबल गुड है. भारत में बीते दशक में युवाओं ने 1.5 लाख स्टार्टअप और 100 से ज्यादा यूनिकॉर्न्स बनाए हैं. आज दुनिया की 200 से ज्यादा बड़ी कंपनियों को भारतीय मूल के लोग लीड कर रहे हैं. ഒരു മാസം ദൈർഘ്യമുള്ള NCC റിപ്പബ്ലിക് ഡേ ക്യാമ്പിന് സമാപനം കുറിച്ചുകൊണ്ടാണ് യുവശക്തി വികസിത ഭാരതം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി റാലി സംഘടിപ്പിച്ചത്. 800-ലധികം കേഡറ്റുകൾ പങ്കെടുത്ത സാംസ്കാരിക പരിപാടിയും അരങ്ങേറി. 2 ദിവസത്തെ ഉത്കർഷ് ഒഡീഷ മേക്ക് ഇൻ ഒഡീഷ കോൺക്ലേവിന് നാളെ ഭുവനേശ്വറിൽ തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. 20 വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഉൾപ്പെടെ 7500-ലധികം പേർ പരിപാടിയിൽ പങ്കെടുക്കും. കർഷകർക്കും തൊഴിലാളികൾക്കും വിപുലമായ അവസരങ്ങൾ സൃഷ്ടിക്കുന്നത് ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന കോൺക്ലേവിൽ 100-ലധികം ധാരണാപത്രങ്ങൾ ഒപ്പുവയ്ക്കും. മസ്കറ്റിലെത്തിയ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ഒമാൻ മന്ത്രി ഖായിസ് ബിൻ മുഹമ്മദ് അൽ യൂസഫുമായി കൂടിക്കാഴ്ച നടത്തി. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലെ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുക, വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, ഉഭയകക്ഷി പങ്കാളിത്തം വർദ്ധിപ്പിക്കുക തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായതായി ശ്രീ ഗോയൽ സമൂഹ മാധ്യമത്തിലൂടെ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിന്റെ ഭാഗമായി നാളെ 11ാമത് സംയുക്ത കമ്മീഷൻ യോഗത്തിൽ കേന്ദ്രമന്ത്രി പങ്കെടുക്കും. കേരളത്തിൽ റേഷൻ വ്യാപാരികൾ ഇന്ന് ആരംഭിച്ച അനിശ്ചിതകാല കടയടപ്പ് സമരം പിൻവലിച്ചു. മന്ത്രി GR അനിലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സമരം പിൻവലിച്ചത്. ഓരോ മാസത്തെയും കമ്മീഷൻ തൊട്ടടുത്ത മാസം 15-നുള്ളിൽ നൽകുക, കമ്മീഷൻ പരിഷ്കരണം നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ഉറപ്പു നൽകിയതായി മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കമ്മീഷൻ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കമ്മീഷൻ വർധനവ് സംബന്ധിച്ച് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ വയനാട് ജില്ലയിലെ 3 വനം ഡിവിഷനുകളിലെ 6 റേഞ്ചുകളിലും വ്യാഴാഴ്ച വരെ ജനകീയ പരിശോധന നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. വനത്തിനുള്ളിലെ അടിക്കാടുകളും വന അതിർത്തിക്ക് പുറത്തുള്ള കാടുകളും നീക്കം ചെയ്യുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മൃഗങ്ങൾക്ക് ജലലഭ്യത ഉറപ്പുവരുത്താൻ കൂടുതൽ ചെറുകുളങ്ങൾ വനത്തിൽ നിർമ്മിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രിയങ്ക ഗാന്ധി MP നാളെ വയനാട്ടിലെത്തും. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിലെ രാധയുടെ വീട് സന്ദർശിക്കും. ബത്തേരി മണിച്ചിറയിലെ NM വിജയന്റെ കുടുംബാംഗങ്ങളെയും ശ്രീമതി പ്രിയങ്ക സന്ദർശിക്കും. മഹാകുംഭമേളയോടനുബന്ധിച്ചുള്ള മൗനി അമാവാസ്യയ്ക്ക് ഒരുങ്ങി പ്രയാഗ്രാജ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മഹാകുംഭമേളയിൽ പങ്കെടുത്തു. ത്രിവേണി സംഗമത്തിൽ സ്നാനം നടത്തിയ അദ്ദേഹം നിരവധി സന്യാസികളുമായി കൂടിക്കാഴ്ച നടത്തി. മൈത്രിയുടെ സന്ദേശമാണ് മഹാതീർത്ഥാടന സംഗമം പകരുന്നതെന്ന് ശ്രീ അമിത്ഷാ അഭിപ്രായപ്പെട്ടു. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ലാവോസ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് 67 ഇന്ത്യൻ യുവാക്കളെ ഇന്ത്യൻ എംബസി രക്ഷപ്പെടുത്തി. ഇവരെ സുരക്ഷിതമായി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ലാവോസിലെ ഇന്ത്യൻ അംബാസഡർ പറഞ്ഞു. തട്ടിപ്പിനിരയായ 924 ഇന്ത്യക്കാരെയാണ് ഇതുവരെ രക്ഷപ്പെടുത്തിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്.
നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി ഡൽഹിയിൽ ഇന്തോനേഷ്യൻ നേവി ചീഫ് ഓഫ് സ്റ്റാഫ് അഡ്മിറൽ മുഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. പ്രതിരോധ തന്ത്രമേഖലകളിലെ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങളും ഉൾക്കാഴ്ചകളും ഇരുവരും കൈമാറി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ആം ആദ്മി പാർട്ടിയുടെ പ്രകടന പത്രിക ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ പുറത്തിറക്കി. യുവജനങ്ങൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, മുതിർന്ന പൌരന്മാർക്ക് സൌജന്യ ആരോഗ്യ സേവനം, പട്ടികജാതി വിദ്യാർത്ഥികൾക്കായി സ്കോളർഷിപ്പ് തുടങ്ങിയ വാഗ്ദാനങ്ങളാണ് പത്രികയിലുള്ളത്. ബിജെപിയും തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അമിത്ഷാ, യു.പി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. അടുത്ത മാസം 5-നാണ് 70-അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ്. ഫലം 8-ന് പ്രഖ്യാപിക്കും. സിനിമ, ടെലിവിഷൻ, സംഗീതം, ഗെയിമിംഗ് തുടങ്ങിയ വ്യവസായങ്ങളെ ഒരുമിച്ച് കൊണ്ടുവരുന്നത് ലക്ഷ്യമിട്ട് രൂപകൽപ്പന ചെയ്ത വേവ്സ് ബസാർ സംരംഭത്തിന് തുടക്കമായി. കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവും സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ വാ ഉസ്താദ് ചലഞ്ച്, വേവ്സ് പുരസ്കാരങ്ങൾ എന്നിവയ്ക്കും തുടക്കം കുറിച്ചു. ഇന്ത്യൻ പൈതൃകത്തിനും സംസ്കാരത്തിനും ലോകത്ത് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്നും ക്രിയാത്മക സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. वेव्स का उद्देश्य रहेगा हमारी इस क्रिएटिविटी को, इस स्टोरी टेलिंग ट्रेडिशन को और नौजवानों की और क्रिएटर्स की इस ताकत को एक नया स्थान मिले, ग्लोबल रिकॉग्निशन मिले और भारत ക്രിയേറ്റീവ് ഇക്കോണമി കാ ക്യാപിറ്റൽ ബനെ. ഇന്ന് ആരംഭിച്ച സംരംഭങ്ങൾ ഇന്ത്യയുടെ സാംസ്കാരിക ശക്തി ലോകമെമ്പാടും എത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. 38ാമത് ദേശീയ ഗെയിംസിന് നാളെ ഉത്തരാഖണ്ഡിൽ തുടക്കമാകും. ഡെറാഡൂണിലെ മഹാറാണ പ്രതാപ് സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിക്കും. കേന്ദ്രമന്ത്രിമാരും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രതിനിധികളും ദേശീയ താരങ്ങളും അടക്കമുള്ളവർ പങ്കെടുക്കും. ബാസ്കറ്റ്ബോൾ, വോളിബോൾ, ബീച്ച് ഹാൻഡ്ബോൾ, ഖോ-ഖോ തുടങ്ങി വിവിധ ഇനങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള താരങ്ങളും മത്സരത്തിനിറങ്ങും. ഗെയിംസ് ഫെബ്രുവരി 14-ന് സമാപിക്കും. ICCയുടെ 2024-ലെ മികച്ച ടെസ്റ്റ് ക്രിക്കറ്റ് താരമായി ഇന്ത്യൻ പേസർ ജസ്പ്രീത് ബുംറയെ തെരഞ്ഞെടുത്തു. 2024-ൽ 13 ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നായി 71 വിക്കറ്റ് നേടിയാണ് ബുംറ പുരസ്കാരത്തിന് അർഹനായത്. അതേസമയം 2020-ലെ മികച്ച താരമായി അർഷ്ദീപ് സിംഗും വനിതാ ഏകദിന ക്രിക്കറ്റിലെ മികച്ച താരമായി സ്മൃതി മന്ദാനയും തെരഞ്ഞെടുക്കപ്പെട്ടു. ISL ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ബംഗളൂരു FC പോരാട്ടം. കൊൽക്കത്തയിലാണ് മത്സരം. ലഡാക്കിലെ ലേയിൽ ഖേലോ ഇന്ത്യ ശീതകാല ഗെയിംസ് 2025-ന്റെ ആദ്യഘട്ടം സമാപിച്ചു. 4 സ്വർണം ഉൾപ്പെടെ 7 മെഡലുകൾ നേടി ലഡാക്ക് ഒന്നാമതെത്തി. തമിഴ്നാട്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങൾ 2-3 സ്ഥാനങ്ങൾ സ്വന്തമാക്കി. ഈ മാസം 23-നാണ് ആദ്യഘട്ട ഗെയിംസിന് തുടക്കമായത്. രണ്ടാം ഘട്ടം ജമ്മുകാശ്മീരിൽ ഫെബ്രുവരി 22 മുതൽ 25 വരെ നടക്കും. കേരളത്തിൽ ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചിലയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട്. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. ആർജിക്കർ മെഡിക്കൽ കോളേജ് കേസിലെ പ്രതി സഞ്ജയ് റായിയുടെ വധശിക്ഷയിലെ പശ്ചിമബംഗാൾ സർക്കാരിന്റെ അപ്പീലിൽ കൽക്കട്ട ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. കേസ് അന്വേഷിക്കുന്നുണ്ടെന്നും അപ്പീൽ നൽകാൻ സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്നും CBI കോടതിയിൽ വ്യക്തമാക്കി. നേരത്തെ സെഷൻസ് കോടതിയിൽ സഞ്ജയ് റായിക്ക് വധശിക്ഷ നൽകണമെന്ന് CBI ആവശ്യപ്പെട്ടിരുന്നു. ബെലാറസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രസിഡന്റ് അലക്സാണ്ടർ ലുക്കാഷെങ്കോ വിജയിച്ചു. അദ്ദേഹത്തിന് 86.82% വോട്ട് ലഭിച്ചതായി പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നു. 5 വർഷമാണ് പ്രസിഡന്റിന്റെ കാലാവധി. പഞ്ചാബ് അതിർത്തിയിൽ നുഴഞ്ഞുകയറിയ 5 പാകിസ്ഥാൻ പൌരന്മാരെ അതിർത്തി സുരക്ഷാ സേന പിടികൂടി. 2024 ജനുവരി മുതൽ ഇതുവരെ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറാൻ ശ്രമിച്ച 30 പാക് പൌരന്മാരെയാണ് സൈന്യം പിടികൂടിയത്. ഇതേ കാലയളവിൽ കള്ളക്കടത്ത് സംഘങ്ങളിൽ ഉൾപ്പെട്ട 101 പേരും പിടിയിലായതായി BSF അഡീഷണൽ ഡയറക്ടർ ജനറൽ സതീഷ് ഖണ്ഡാരെ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്ര വികസനത്തിൽ യുവാക്കളുടെ സംഭാവനകളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ NCC വാർഷിക PM റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ മസ്കറ്റ് സന്ദർശനത്തിന് തുടക്കം. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ, വ്യാപാര നിക്ഷേപ സഹകരണം തുടങ്ങിയ വിഷയങ്ങളിൽ ഒമാൻ മന്ത്രിയുമായി ചർച്ച നടത്തി. കേരളത്തിൽ റേഷൻ വ്യാപാരികൾ നടത്തിവന്ന അനിശ്ചിതകാല കടയടപ്പ് സമരം പിൻവലിച്ചു. ലോകത്തെ ക്രിയാത്മക സമ്പദ് വ്യവസ്ഥയുടെ കേന്ദ്രമാക്കി ഇന്ത്യ മാറുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 38ാമത് ദേശീയ ഗെയിംസിന് നാളെ ഉത്തരാഖണ്ഡിൽ തുടക്കമാകും.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.